നീറ്റുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സ്കാം നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഞാനിതുവരെ സംസാരിക്കാത്തതെന്ന് ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അനാലിസിസ് കേരളത്തിലുള്ള എല്ലാ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററും അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവരും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തുകൂടി ഞാനും കൂടി ചെയ്യണമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ചെയ്യാത്തത്. പക്ഷേ അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുമുണ്ട്. സോ ഇവിടെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നടന്നത് പക്കാ പോക്കരുതനാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളുടെ റിസൾട്ടുമായിട്ട് നോക്കുമ്പോഴത്തേനും ഈ വർഷം 67 പേർക്കാണ് 720 മാർക്ക്, അതായത് 720ൽ 720 എന്ന് പറയുന്ന മാർക്ക് കിട്ടിയിരിക്കുന്നത്. അതും പോട്ടെ, ഒരിക്കലും മാത്തമാറ്റിക്കലി പോസിബിൾ അല്ലാത്ത 718ഉം 719ഉം എന്ന മാർക്ക് പോലും കിട്ടിയവരുണ്ട്. ഇത് NTA അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ, ഇനി NTAയുടെ അനൗൺസ്മെൻറ്റിനെയും പറയണമല്ലോ, 14-ാം തീയതി വരേണ്ടിയിരുന്ന റിസൾട്ട് ജൂൺ 4-ാം തീയതി, അതായത് ഇത് എല്ലാവരും ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ പുറകെ പൊയ്ക്കൊണ്ടിരുന്ന ആ ദിവസം തന്നെ പെട്ടെന്ന് കൊണ്ടങ്ങോട്ട് അനൗൺസ് ചെയ്യുക. അപ്പോൾ ഇതിലൊക്കെ തന്നെ എന്തൊക്കെയോ നമ്മൾ പറയില്ലേ, എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ബാഡ് സ്മെൽ ഉണ്ടെന്ന് അത് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് റിസൾട്ട് വന്നത് മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പതുക്കെ പുകഞ്ഞു തുടങ്ങിയിരുന്നു. പക്ഷേ മീഡിയകൾ ഇത് ഏറ്റെടുത്തിട്ട് അതെ, ആദ്യ ദിവസം അവരെല്ലാവരും ഇലക്ഷൻ്റെ പുറകെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാഷണൽ മീഡിയ എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ മീഡിയ എടുത്ത് നോക്കിയാലും എല്ലാവരും ഫോക്കസ് ചെയ്ത് അത് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ കണ്ടിരുന്നു ചിലരൊക്കെ ഈ പറയുന്ന ന്യൂസിൽ ചെറുതായിട്ട് കൊടുത്തു വന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി ഇങ്ങനെ വലുതായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ചില മാർക്കുകൾ നമ്മൾ കണ്ടു. അതൊരിക്കലും സാധ്യമല്ലാത്തതാണ്. ചോദിച്ചപ്പോൾ പറയുന്നു ഞങ്ങൾ കൊടുത്തത് ഗ്രേസ് മാർക്കാണ്. എന്നാൽ പിന്നെ ആർക്കാ ഗ്രേസ് മാർക്ക് കൊടുത്തതെന്ന് ചോദിച്ചപ്പോഴത്തേനും അത് സമയം തികയാത്തവർക്കത്രേ. അതെന്തുകൊണ്ടാണ് അവർക്ക് സമയം തികയാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ സമയം തികയാത്തവർ പല കാരണങ്ങൾ കൊണ്ട് സമയം തികഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കേസ് കൊടുത്തുവെന്നും, ആ കേസ് കൊടുത്തപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് സമയം തികഞ്ഞില്ല, എന്നാൽ പിന്നെ അവരുടെ ഭാവിയല്ലേ അത് ബാധിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഗ്രേസ് മാർക്ക് കൊടുക്കും. ഇനി ഇതിനെല്ലാം പുറമെ ഇന്നലെ രാത്രി എങ്ങാണ്ടൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാറ്റിൻ്റെ റിസൾട്ടാണത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയിൽ വന്ന ഒരു വെർഡിക്റ്റ് എടുത്ത് വെച്ചിട്ട് അതിനനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ ഈ നീറ്റിൻ്റെ കാര്യത്തിൽ മാറ്റം വരുത്തിയതെന്ന് പറഞ്ഞിട്ട് വന്നു. ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേരുടെ ഭാവി വെച്ചിട്ടുള്ള കളിയാണ്, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷയിൽ ആദ്യമേ ഉള്ളൊരു കാര്യമാണ്, ഇത് ഒന്നാമത് ഓഫ്ലൈൻ പരീക്ഷയാണ്. ഈ ഓഫ്ലൈൻ പരീക്ഷ ആകുമ്പോൾ ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല 13 ഭാഷകളിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അവിടെ തന്നെ ഈ ട്രാൻസ്ലേഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് ലീക്കായി പോകാനായിട്ടുള്ള സാധ്യതയില്ല. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് ഓൺലൈൻ അല്ലാത്തത് കൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി എന്തുകൊണ്ട് ഇത് ഓൺലൈൻ ആക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്തുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഈ പറയുന്ന നീറ്റ് ഇപ്പോഴും ഓഫ്ലൈൻ മോഡിൽ നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ JEE എങ്ങനെയാണ് നടക്കുന്നത്? JEE മൾട്ടിപ്പിൾ ദിവസങ്ങളിലാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, മൾട്ടിപ്പിൾ ദിവസങ്ങളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ വേണ്ടി വരും. ഇനി ഈ ഒരു നീറ്റ് എന്ന് പറയുന്നത് ഒറ്റ ലെവലിൽ മാത്രം നിൽക്കുന്ന പരീക്ഷയാണ്. പക്ഷേ JEE എന്ന് പറയുന്നത് മെയിനും ഉണ്ട്, അഡ്വാൻസ്ഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ കാര്യത്തിലുണ്ട്. ഹവർ ഒരു പരീക്ഷ നടത്തുമ്പോഴത്തേനും മര്യാദയ്ക്ക് നടത്തണ്ടേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരസ്പരം ഇങ്ങനെ പദം പറഞ്ഞിരിക്കാമെന്നല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ? കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുള്ള സ്റ്റുഡൻസ് അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ആക്ഷൻ കൗൺസിൽ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് രൂപീകരിക്കാം. എന്നിട്ട് ഇത് എല്ലാ സംസ്ഥാനത്തിലുള്ളവരും ഒന്നിച്ച് പുഷ് ചെയ്താലേ ഇത് അത്തരത്തിൽ NTA ഒരു തീരുമാനം എടുക്കാവുന്ന തരത്തിൽ അവരിലേക്ക് പ്രഷർ പോവുള്ളൂ. അപ്പോൾ ഓരോരുത്തരും അതിൽ ഒരു റോള് പ്ലേ ചെയ്യാനുണ്ട്. അതിൽ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്ന റോളുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ അഫക്റ്റ് ആയപ്പെട്ട കുട്ടികൾ, ഞാൻ അഫക്റ്റ് ആകപ്പെട്ട ഒരു കുട്ടിയല്ല, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മയുമല്ല.
പക്ഷേ അഫക്റ്റ് ആയവർ, അതായത് രക്ഷകർത്താക്കളും കുട്ടികളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെനിക്ക് തോന്നുന്നു കേരളത്തിലെ മിക്കവാറും എല്ലാ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളും വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അതുപോലെ ഇത്തരത്തിലുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നതിന് അവർ തന്നെ നേതൃത്വം എടുത്തിട്ട് പല രീതിയിൽ അവർ സോഷ്യൽ മീഡിയകളിലൂടെ അത് ഫോം ആകുന്നുണ്ട്. അപ്പോൾ ഈവൻ ദോ നിങ്ങൾ അവിടെ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു പീപ്പിൾ ക്യാൻ ഡു. പിന്നെ ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മലയാളത്തിൽ തന്നെ ഒത്തിരി പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. ദയവേത് അതിനെ ഫോളോ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും വലിയ ചോദ്യം ഇവിടെ കിടക്കുന്നത് എന്താണ്, നമ്മൾ ഇനി റീടെസ്റ്റ് ചെയ്യണോ അതോ റീ ഇവാലുവേറ്റ് ചെയ്യണമോ, ഇങ്ങനെയൊക്കെ. റീടെസ്റ്റ് എന്ന് പറയുന്നത് സമയം ഓൾറെഡി ജൂൺ പകുതിയോട് അടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇനി ഒരു റീടെസ്റ്റ് നടക്കുക എന്ന് പറയുന്നത് ഈ മൊത്തം കാര്യങ്ങളുടെ സമയത്തിനെയും മുന്നിലേക്ക് തള്ളും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇനി രണ്ടാമത്തേത് റീ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഈ റീവാലുവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരുപക്ഷെ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആരൊക്കെയോ കൊണ്ടുവന്നിട്ട് പരാതി കൊടുത്തവർക്ക് മാത്രം ഈ പറയുന്ന രീതിയിലുള്ള എന്തൊക്കെയോ ഗ്രേസ് മാർക്ക് കിട്ടി. ഇതിനൊന്നും യാതൊരു ക്ലാരിറ്റിയും ഇല്ല. അപ്പോൾ എന്തായാലും NTA നല്ല പ്രഷറുണ്ട്. അപ്പം നിങ്ങൾ പേടിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള നല്ല തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ NTA ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കൈയും കെട്ടിയിരിക്കരുത്. നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പൊളിറ്റീഷ്യൻസിനെ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അവിടെ നിന്ന് പ്രഷർ മുകളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതൊക്കെ നമ്മളെപ്പോലുള്ളവരുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളും ചെയ്യണം. കാരണം നിങ്ങളുടെ അതാത് കോൺസ്റ്റിറ്റ്യുവൻസ്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് വിജയിച്ച ആളിപ്പോഴാരാണോ അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുകയും അവരിലൂടെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്യാം. എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും. ഞാൻ കുട്ടികളുടെ ഭാഗത്താണ് തീർച്ചയായും. എനിക്കറിയാം എത്ര പേരാണ് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയവർ. അതിൽ തന്നെ വെറും പരീക്ഷ എഴുതല്ല, റിപ്പീറ്റ് ചെയ്തവർ, റിപ്പീറ്റ് ചെയ്തവർ, 3 വർഷം റിപ്പീറ്റ് ചെയ്തവർ, 4 വർഷം റിപ്പീറ്റ് ചെയ്തവർ, അവരൊക്കെ ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങൾ വിഷമിച്ചിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സംതിങ് വിൽ ബി ഡൺ. ഇനി നീറ്റിൻ്റെ പരീക്ഷ നടത്തിപ്പ് ഇനി അടുത്ത വർഷം കുറച്ചും കൂടി സുതാര്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ അബദ്ധങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ നടക്കും എന്നുള്ളത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വർഷം ചെറിയ മാർക്കുകൾക്ക് ഗവൺമെൻറ് സീറ്റ് നഷ്ടപ്പെട്ട കുട്ടികൾ, ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പം നമുക്ക് ലക്ഷം രൂപയുടെ ഫീസ് ഡിഫറൻസ് വരും. അതാണ് നീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ മാർക്കുള്ള കുട്ടികൾ ഇതിനു മുമ്പ് ഒരുപാട് വർഷം വന്നിട്ടുണ്ട്. ബട്ട് നോട്ട് ദിസ് മച്ച് നമ്പർ. പിന്നെ ഈ പറയുന്ന 62 തൊട്ട് 68 വരെയോ എങ്ങാണ്ട് വന്നിട്ടുള്ളൊരു സീരീസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരേ സെൻറ്ററിൽ തന്നെ പരീക്ഷ എഴുതിയവർ. ഒരേ സെൻറ്റർ അല്ലെങ്കിൽ അടുത്തടുത്ത സെൻറ്ററുകളായിരിക്കണം അത്. കാരണം റോൾ നമ്പേഴ്സ് ഏതാണ്ട് അടുപ്പിച്ചാണ് വന്നേക്കുന്നത്. അവർക്ക് അത്രയും പേരും ആ ലിസ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര എന്താ പറയുക, അത് നടക്കാത്ത കാര്യമാണ്. എങ്ങനെയൊക്കെ നമ്മൾ ഒരു പ്രോബബിലിറ്റി ട്രൈ ചെയ്ത് നോക്കിയാലും അതിനകത്തൊരു പോസിബിലിറ്റി ഇല്ല. ഇനി വേറൊന്നുകൂടി എനിക്ക് പറയാനുണ്ട്. അവിടെ നിന്ന് നീറ്റ് സ്കാം കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതിയ പിള്ളേരെ, അവനൊന്നും പിന്നെ പരീക്ഷ എഴുതിയിട്ട് മര്യാദയ്ക്ക് മാർക്ക് വാങ്ങിയതൊന്നുമല്ല, വേറെന്തോ വഴിയെ കിട്ടിയതാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ അങ്ങനെ പറയില്ല, പക്ഷെ ബാക്കിയുള്ളവൻ്റെ കുട്ടിയെ ചിലപ്പോൾ പറഞ്ഞു എന്നിരിക്കും. എന്ത് വിഷമം ഉണ്ടാവുമെന്നറിയോ? ഇതിനകത്ത് ശരിക്കും കഷ്ടപ്പെട്ട് ഈ പറയുന്ന ചോദ്യപേപ്പർ ലീക്കായി ഇങ്ങനെ കൈ കിട്ടി അത് കാണാതെ പഠിച്ചു കൊണ്ടുവന്ന് എഴുതിയ പിള്ളേരൊന്നുമല്ല എല്ലാവരും. കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ പിള്ളേരുണ്ട്. അവരൊന്നും അങ്ങനെ പറയരുത് കേട്ടാ. അപ്പോൾ നമ്മുടെ കുട്ടികൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിയില്ല, വേറൊരു കുട്ടിക്ക് മാർക്ക് കിട്ടിയെന്നുള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നുന്നൊരു ഒരു അസൂയ എന്ന് പറയില്ലേ, അതിൻ്റെ പേരിൽ അങ്ങോട്ട് വായിന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇതൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വർത്തമാനത്തിലൊന്നും പോയി ചേരരുത്. ഈ വർത്തമാനങ്ങൾ പലപ്പോഴും പറയുന്നവർ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാത്തവരും കൂടിയാണ്. അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. ലെറ്റ് us support the children. അവർക്ക് ഈ വർഷം ഈ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചെയ്യാം.